ഹരിഃ ഓം. നാലാമത്തെ ശ്ലോകം. അസ്ഫുടേ വപുഷിതേ പ്രയത്നതോ. അസ്ഫുടേ വപുഷിതേ പ്രയത്നതോ ധാരയേമ ധിഷണാം മുഹുർ മുഹുർ. ധാരയേമ ധിഷണാം മുഹുർ മുഹുർ. തേന ഭക്തിരസം അന്തരാർദ്രതാം. തേന ഭക്തിരസം അന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രി ചിന്തകാഃ. ഉദ്വഹേമ ഭവദംഘ്രി ചിന്തകാഃ. ഇതിന്റെ അർത്ഥം നോക്കാം. ഗുരുവായൂരപ്പ, അടിയങ്ങൾ അവിടുത്തെ സ്പഷ്ടമല്ലാത്ത വിഗ്രഹത്തിൽ അസ്ഫുടേ വപുഷി, അസ്ഫുടം പറഞ്ഞാൽ സ്പഷ്ടമല്ലാത്ത ഭഗവാന്റെ വിഗ്രഹത്തിൽ, ആ രൂപത്തിൽ വളരെ പണിപ്പെട്ട് ബുദ്ധിയെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം. അവിടുത്തെ തൃപ്പാദങ്ങളെ ചിന്തിക്കുന്ന അടിയങ്ങൾ ധാരണാ പരിശീലനം കൊണ്ടുണ്ടായ ഭക്ത്യാനന്ദത്തെയും ഹൃദയ ആർദ്രീഭാവത്തെയും പ്രാപിച്ചുകൊള്ളാം എന്നാണ് പറയുന്നത് ഇവിടെ. ഭഗവാനെ, ഞങ്ങള് അത്രയധികം ജ്ഞാനമൊന്നും നേടാത്തവരാണല്ലോ. അതുകൊണ്ട് അടുത്ത ആ ദിവ്യ രൂപത്തെ കുറേ സമയം ധ്യാനിച്ച് 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 ബുദ്ധിയെ വീണ്ടും വീണ്ടും, ബുദ്ധിയൊക്കെ ഇങ്ങനെ നാല് ഭാഗത്തേക്ക് ചിതറിപ്പോകും. പക്ഷെ അതിനെ നല്ലപോലെ പരിശീലിപ്പിച്ചെടുത്ത് ഭഗവാന്റെ രൂപം കാണണ്ടേ എന്ന് മനസ്സിനോട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അനാഗ്രഹം ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ ആ ദിവ്യ വിഗ്രഹത്തിൽ പണിപ്പെട്ട് ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം. അവിടുത്തെ തൃപ്പാദങ്ങളെ ചിന്തിക്കുന്ന അടിയങ്ങൾ ഈ ധാരണാ പരിശീലനം കൊണ്ട് ഭക്തിയെയും ആനന്ദത്തെയും ഹൃദയ ആർദ്രീഭാവത്തെയും പ്രാപിച്ചുകൊള്ളുമല്ലോ എന്നാണ് പറയുന്നത്. ഇതിലിപ്പോ പദം മുറിക്കുന്നത് അസ്ഫുടേ വപുഷിതേ പ്രയത്നതോ ധാരയേമ ധിഷണാം മുഹുർ മുഹുർ. തേന ഭക്തിരസം അന്തരാർദ്രതാം. അവിടെയാണ് നോക്കേണ്ടത്. തേന ഭക്തിരസം അന്തരാർദ്രതാ കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ഉണ്ട് അടുത്ത വരിയില്. ഉദ്വഹേമ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉദ്വഹേമ ആണ് വേണ്ടത്, അല്ല ഉദ്വഹേമ. ഉദ്വഹേമ എന്ന് പറഞ്ഞാല് പ്രാപിച്ചുകൊള്ളാം എന്നാ പറയുന്നത്. ഉദ്വഹേമ ഭവത് അംഘ്രി ചിന്തകാഃ. അംഘ്രി പറഞ്ഞാൽ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പാതാരവിന്ദങ്ങൾ, അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ഞങ്ങൾ ധ്യാനിച്ചു കൊള്ളാം, ചിന്തിച്ചു കൊള്ളാം എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അസ്ഫുടേ വപുഷിതേ പ്രയത്നതോ ധാരയേമ ധിഷണാം മുഹുർമുഹുഃ. തേന ഭക്തിരസം അന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രി ചിന്തകാഃ. അഞ്ചാമത്തെ ശ്ലോകം. വിസ്ഫുടാവയവ ഭേദസുന്ദരം. വിസ്ഫുട അവയവ ഭേദസുന്ദരം ത്വദ്വപുഃ സുചിരശീലനാവശാത്. ത്വദ്വപുഃ സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ. അശ്രമം മനസി ചിന്തയാമഹേ. ധ്യാനയോഗ നിരതാഃ ത്വദാശ്രയാഃ. ധ്യാനയോഗ നിരതാസ്ത്വദാശ്രയാഃ. ഇതിന്റെ അർത്ഥം നോക്കാം. അവിടുത്തെ ശരണം പ്രാപിച്ച അടിയങ്ങൾ ധ്യാനയോഗത്തിൽ തൽപരന്മാരായിട്ട് അവയവങ്ങൾ നല്ലവണ്ണം തെളിഞ്ഞു മിന്നുന്ന മനോഹരമായിട്ടുള്ള അവിടുത്തെ രൂപത്തെ സുദീർഘമായ ധാരണാഭ്യാസത്താൽ ക്ലേശം കൂടാതെ മനസ്സിൽ ഭാവന ചെയ്തു കൊള്ളാം എന്നാണ് പറയുന്നത് ഇവിടെ. അഷ്ടാംഗയോഗത്തിലെ ധ്യാനം എങ്ങനെ പരിശീലിക്കും എന്നതിനെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങയെ ആശ്രയിച്ചിട്ടുള്ള
ധ്യാനനിരതന്മാരായിട്ടുള്ള ധ്യാനയോഗത്തിൽ താല്പര്യമുള്ള ഈ ഞങ്ങൾ അവിടുത്തെ അവയവങ്ങൾ ഓരോരോ അംഗങ്ങളും, അതായത് കേശാദിവാദം പാദാദികേശം വേണം ധ്യാനിക്കാൻ എന്ന് ഈ ധ്യാനം പരിശീലിപ്പിക്കുമ്പോൾ മഹാത്മാക്കൾ നമുക്ക് പറഞ്ഞു തരും. ഒന്നിലോ അടി മുതൽ മുടി വരെ, അല്ലെങ്കിൽ മുടി തൊട്ട് അടി വരെ, ഇങ്ങനെ ഓരോരോ അംഗമായിട്ട് ധ്യാനിക്കണം. അപ്പോഴേ ധ്യാനത്തിൽ ഉറപ്പ് കിട്ടുള്ളൂ എന്നാ പറഞ്ഞു വരുന്നത് ഭട്ടതിരിപ്പാട്. അപ്രകാരം ഭഗവാൻ പറയുന്നുണ്ട്, അങ്ങയുടെ അവയവങ്ങൾ ഓരോന്നും ഞങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് വരെ ഈ അഭ്യാസം ഞങ്ങൾ തുടരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പദം ഇങ്ങനെ മുറിക്കണം അല്ലെ, നോക്കണല്ലോ. വിസ്ഫുടാവയവ ഭേദസുന്ദരം ത്വദ്വപു എന്നുണ്ട്. ത്വത് വപുഹു ആണ് വേണ്ടത്. ത്വത് പറഞ്ഞ ഭഗവാൻ, അങ്ങയുടെ വപുഹു പറഞ്ഞ ശരീരം, സുന്ദരമായ ശരീരം, സുന്ദരമായ വിഗ്രഹം നട്ടമെടുക്കണം. ത്വദ്വപു എന്ന് പറഞ്ഞാൽ അർത്ഥം തെറ്റിപ്പോകും. ത്വത് വപുഹു, ത്വത് വപുഹു, അങ്ങനെ വേണം ചെല്ലാൻ. സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരതാഹ ത്വദാശ്രയാഹ. അങ്ങനെ മുറിച്ചും വായിക്കാം. ധ്യാനയോഗ നിരതാഹ ത്വദാശ്രയാഹ, അങ്ങനെയും വായിക്കാം. ധ്യാനയോഗ നിരതാസ്ത്വദാശ്രയാഹ, അങ്ങനെയും വായിക്കാം. ധ്യാനയോഗ നിരതാഹ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ശ്വാസത്തിന് നമുക്ക് സ്ഥലം കിട്ടും. മറ്റേതാകുമ്പോൾ അത് കിട്ടില്ല, മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ ഈ യോഗം കൊണ്ട്, ഈ ധാരണ എന്നുള്ളത് യോഗം കൊണ്ട് അവിടുത്തെ അവയവങ്ങളിൽ നിങ്ങൾ മനസ്സിൽ നല്ലപോലെ ഉറപ്പിച്ചുകൊള്ളാം എന്നാണ് ഭട്ടതിരിപ്പാട് ഭഗവാൻ പറയുന്നത്. ഇനി 6ാമത്തെ ശ്ലോകം. ധ്യായതാം സകളമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃദാത്മനാം. ധ്യായതാം സകലമൂർത്തിമീദൃശീമുന്മിഷൻ മധുരതാഹൃദാത്മനാം. സാന്ദ്രമോദരസരൂപമാന്തരം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപം അയിതേ അവഭാസതേ ബ്രഹ്മരൂപമയിതേവ ഭാസതേ. ഇതെങ്ങനെയാണ് പദം മുറിക്കാം നോക്കാം. ധ്യായതാം സകല മൂർത്തിമീദൃശീം, ഈദൃശീം വായിക്കണം. മൂർത്തിം ഈദൃശീം, അല്ലെങ്കിൽ മൂർത്തിമീദൃശീം വായിക്കണം. മുന്മിഷൻ അല്ല, ഉന്മിഷത്. ഉന്മിഷത് മധുരാഹൃദാത്മനാം എന്ന് വേണം വായിക്കാൻ. വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കും. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം. അപ്പോ അവിടെ സാന്ദ്രമോദരസരൂപം ആന്തരം, അതിനെയാണ് സാന്ദ്രമോദരസരൂപമാന്തരം എന്ന് പറയാൻ കാരണം. ബ്രഹ്മരൂപമയി, ബ്രഹ്മരൂപം ഐ, അതാണ് ബ്രഹ്മരൂപമയി എന്ന് പറയുന്നത്. തേ അവഭാസതേ, തേവഭാസതേ, ഒരു അടയാളം ദേശ് ഇട്ട പോലെ, അത് ആ എന്ന അക്ഷരത്തിനെ കുറിക്കുന്നതാണ്. അങ്ങനെ വായിക്കാം. തേ അവഭാസതേ എന്ന് വായിക്കുമ്പോൾ നമുക്ക് അർത്ഥം വളരെ വേഗം മനസ്സിലാക്കാനായിക്കൊണ്ട് സാധിക്കും. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം. ഐ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്നർത്ഥം. ബ്രഹ്മരൂപം ഐ എന്ന് പറഞ്ഞില്ലേ, ഐ പറഞ്ഞ ഭഗവാൻ, മംഗളസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഇപ്രകാരം ഈദൃശീം സകലമൂർത്തിം ധ്യായതാം. ഈദൃശീം ഇപ്രകാരം ഉള്ള സാ അവയവരൂപത്തെ ധ്യാനിക്കുന്നവരും അഭിവ്യക്തമായ മാധുര്യത്താൽ വശീകൃത ഹൃദയരുമായ യോഗികൾക്ക് സാന്ദ്രമോദരസരൂപം, ആനന്ദഘനസ്വരൂപവും മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്നതുമായ അവിടുത്തെ രൂപമാകുന്ന ബ്രഹ്മം പ്രകാശിക്കുന്നു. ബ്രഹ്മം എങ്ങനെയാണത്രേ യോഗികളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നത്? അതിനെയാണ് ഈ ശ്ലോകത്തിൽ കൂടെ പറഞ്ഞു വരുന്നത്. ധ്യായതാം, ഹേ ഭഗവാനെ, അവിടുത്തെ അവയവങ്ങളെ ഇപ്രകാരം ധ്യാനിക്കുന്ന
ആ മാധുര്യത്തിൽ മുങ്ങിയിട്ട് ആ യോഗികൾക്ക് ആനന്ദഘന സ്വരൂപവും മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാൻ പറ്റുന്ന ആ ബ്രഹ്മത്തെ അവർ ധ്യാനിക്കുന്നുണ്ടല്ലോ ഗുരുവായൂരപ്പ. അങ്ങനെ ഇടതടവില്ലാതെ ആ ബ്രഹ്മധ്യാനം അവർക്ക് സാധിക്കുന്നുണ്ട്. യോഗികളുടെ കാര്യമാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ യോഗികൾക്ക് പറയുമ്പോൾ നമുക്കെങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ വിചാരിച്ച് പിന്മാറേണ്ട ആവശ്യമില്ല എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇപ്രകാരം പരിശീലിച്ചാൽ നമുക്കും തീർച്ചയായിട്ടും ബ്രഹ്മത്തെ, ആ ബ്രഹ്മമാകുന്ന പ്രകാശത്തെ അനുഭവിക്കാനായി സാധിക്കും എന്ന് പറയുന്നുണ്ട്. സകല രൂപം എന്ന് പറയുമ്പോൾ പുറമേ കാണുന്ന രൂപം, ഉള്ളിലുള്ള രൂപത്തെ സൂക്ഷ്മരൂപം എന്ന് പറയും ബ്രഹ്മത്തെ. ആ ബ്രഹ്മത്തെയും ധ്യാനിക്കാൻ പറ്റും. അവിടുത്തെ പുറമേ കാണുന്ന മനോഹരമായ രൂപത്തെയും ധ്യാനിക്കാൻ പറ്റും. ഈ സകല രൂപവും ബ്രഹ്മരൂപവും ഒന്ന് തന്നെയാണല്ലോ ഗുരുവായൂരപ്പ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഒന്നുകൂടെ ഈ ശ്ലോകം വായിക്കാം. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷന്മധുരതാ ഹൃദാത്മനാം സാന്ദ്രമോദരസരൂപം ആന്തരം ബ്രഹ്മരൂപം ഐതേ അവഭാസത്തെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.